എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു മഞ്ഞുമല കാണാൻ പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു സ്ഥലമാണ് കാസിൽ ഹിൽ എന്ന് പറയും. അപ്പോൾ അവിടെയൊക്കെ ഈ ആഴ്ച നന്നായിട്ട് മഞ്ഞ് പെയ്തു. അപ്പോൾ നമ്മൾ ആ മഞ്ഞൊക്കെ കാണാനും അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ കാണാം മലകളൊക്കെ മൊത്തം മഞ്ഞ് പെയ്ത് കിടക്കുന്നത്. കണ്ടോ, ദൂരെ നിന്ന് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ കാണാം. ഇതിപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നല്ല ദൂരമുണ്ട്, എന്നാലും നമുക്ക് ഇവിടെ നിന്നേ കാണാം. ഏകദേശം ഒരു 1 അവർ അടുക്കെയാണ് നമ്മളുടെ വീട്ടിൽ നിന്ന് കാസിൽ ഹില്ലിലേക്കുള്ള ദൂരം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പോകുന്ന വഴി ഫുൾ ഇങ്ങനെ കൃഷിയിടവും കണ്ട്. ഇവിടെ ഇങ്ങനെ കൃഷിപ്പാടമൊക്കെ സെപ്പറേറ്റ് ചെയ്യുന്നത് മതിൽ കെട്ടിയല്ലേ, ഇങ്ങനെ വലിയ ട്രീസ് വെച്ച് പിടിപ്പിച്ചിട്ട് അത് ബ്ലോക്ക് പോലെ കട്ട് ചെയ്ത് നിർത്തും. അതിവിടുത്തെ റൂളാണ്. വലിയ വലിയ സ്ഥലങ്ങൾ വേർതിരിക്കുമ്പോൾ കോൺക്രീറ്റ് മതിലുകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെച്ച് ചെയ്യാൻ പാടില്ല. ട്രീസ് നട്ട് വേണം ബൗണ്ടറി തിരിക്കാൻ. അപ്പം അതുകൊണ്ടും കൂടെയാണ് ന്യൂസിലൻഡിൽ ഇത്രയും കൂടെ എന്താ പറയുക, പ്രകൃതി ഭംഗി കൂടി നിൽക്കുന്നത്. ഇവിടെ മിക്ക സ്ഥലങ്ങളിലും പോകുമ്പോൾ, ഇപ്പോൾ പ്ലെയിനിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഭംഗിയാണ് കേട്ടോ. ശരിക്കും ആ ടെറൈനിൻ്റെ ഭംഗി നമ്മൾക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് കിട്ടണത്. ഇത് ശരിക്കും വിൻ്റർ കഴിഞ്ഞിട്ടാണ് ഈ മഞ്ഞ് പെയ്തേക്കണത്. ഇതൊരു ജൂൺ സമയമാണ് ഇവിടുത്തെ നല്ല വിൻ്റർ സമയം. ഇതിപ്പോൾ നമ്മൾ പോയത് ഒരു ഓഗസ്റ്റ് മിഡായപ്പോഴാണ്. ഇവിടെ പെട്ടെന്നൊരു പോളാർ വിൻഡോ അങ്ങനെ എന്തോ സംഭവം വന്നിട്ട് മൊത്തം മഞ്ഞ് പെയ്യലുണ്ടായിരുന്നു. ഇതിങ്ങനെ ഇടയ്ക്കിപ്പോൾ സമ്മറാണേലും ചില ടൈമിൽ ഇങ്ങനെ പോളാർ ബ്ലാസ്റ്റ് പോലെ വന്നിട്ട് മഞ്ഞ് പെയ്യും. പക്ഷെ ഇത്തവണ ഇത് നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ മലയുടെ താഴ്വാരം വരെ അത് നമുക്ക് കാണാം. ഇനി ഇച്ചിരി ദൂരം കൂടെ ഓടിച്ച് കഴിയുമ്പോഴേക്കും നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തും കേട്ടോ. ഇത് കണ്ടോ, ഈ ഒരു മലയുടെ ഇടയിൽ കൂടെ കയറി ഇറങ്ങിയിട്ട് വേണം ആ മഞ്ഞുമലയിലേക്ക് എത്താൻ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നേരെ തന്നെ മഞ്ഞുമല കാണുമെങ്കിലും ഇത്തിരി ചുറ്റി വളഞ്ഞാണ് നമുക്ക് ആ മലയുടെ അടുത്തേക്ക് പോകാൻ പറ്റണം കേട്ടോ. ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മലയുടെയും അടുത്തൊക്കെ കുറച്ചൊക്കെ മഞ്ഞ് പെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്ത് ഫുള്ള് കംപ്ലീറ്റ് നല്ല കട്ടിക്ക് മഞ്ഞൊക്കെ പെയ്ത് കിടക്കുന്നത് കാണാം. എനിക്ക് ന്യൂസിലൻഡിൽ വന്നപ്പോൾ ആദ്യം ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ മഞ്ഞ്. നമ്മളുടെ നാട്ടിൽ അത് കാണാൻ പറ്റാത്തത് കൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായൊരു സംഭവമാണ്. ഞങ്ങളപ്പോൾ അവിടെ എത്തി. ഫുൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയത്. ഈ ചേട്ടൻ്റെ പാരൻസും ഉണ്ടായിരുന്നു. അവിടെ കുറേ നേരം കളിച്ചു. എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ എത്തി നമ്മൾ കുറേയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാനാണ് നോക്കിയത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ലേക്ക് ലിൻഡൻ കാണാനാണ്. അപ്പോൾ ഇത് ലേക്കിൻ്റെ ഭാഗമാണ്. ആ ഒരു ലേക്കിൻ്റെ സ്ഥലം കണ്ടോ, അത് മൊത്തം ഫ്രോസണായിട്ട് ആ ലേക്ക് മൊത്തം അത്യാവശ്യം കട്ടിക്ക് ഐസായിട്ടിരിക്കുക. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോ ഐസിൻ്റെ സ്നോയൊക്കെ എറിഞ്ഞ് കളിക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ ചെതറിപ്പോവും. അപ്പോൾ നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ കാണാൻ.